ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ വിസിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവിട്ടത് 1,13,00,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഭാര്യയുടെ നിയമനത്തിനെതിരായുള്ള ഹർജിക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി ചെലവിട്ടത് 8 ലക്ഷം. നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കോടതി ചെലവ് വിസിമാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം. സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർമാർ കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും 1,13,00,000 രൂപ ചെലവിട്ടതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വെളിപ്പെടുത്തി. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിലിൻ്റെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി വിശദമായ കണക്ക് നിയമസഭയ്ക്ക് നൽകിയത്. കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 69 ലക്ഷം രൂപയും കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 36 ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ MS രാജശ്രീ 1.5 ലക്ഷം രൂപയും കാലിക്കറ്റ് വി സി ഡോക്ടർ MK ജയരാജ് 4,25,000 രൂപയും കുസാറ്റ് വി സി ഡോക്ടർ KN മധുസൂദനൻ 77,500 രൂപയും മലയാള സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ V അനിൽകുമാർ 1 ലക്ഷം രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാറക് പാഷ 53,000 രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും ചിലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി 8 ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവാക്കിയതായും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള SLPയുടെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് പ്രസ്തുത കേസിൻ്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ വി സിയും കുഫോസ് വി സിയും സുപ്രീം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു. കാലിക്കറ്റ് വി സി ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് 4,15 ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൗൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ P രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് 6,50,000 രൂപ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവിട്ടു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കായാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത്. എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർകക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ആദ്യമായാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചെലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വിസിമാർ ഫയൽ ചെയ്ത ഹർജികൾക്ക് വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വിസിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. നിയമസഭയ്ക്ക് മുന്നിൽ എക്സ്പെൻഡിച്ചർ ചെലവുകളുടെ കണക്കുകൾ. കണ്ണൂർ വി സി 69,25,340, കുഫോസ് വി സി 35,71,311, KTU വി സി 1,47,515, കാലിക്കറ്റ് വി സി 4,25,000, കുസാറ്റ് വി സി 77,500, മലയാളം വി സി 1 ലക്ഷം, ഓപ്പൺ വി സി 53,000, ഡോക്ടർ പ്രിയ വർഗീസ് വൈഫ് ഓഫ് KK രാഗേഷ് XMB 7,80,000.